കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 9 CGPA എടുത്ത് പാസ് ഔട്ട് ആയ നമ്മുടെ ബേസിൽ ജോസഫ് വരെ പറയുന്നത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പക്ഷേ ആസ് എൻ എഞ്ചിനീയർ ഞാൻ വളരെ വലിയൊരു പരാജയമായിരുന്നു. ആസ് എൻ എഞ്ചിനീയർ ബേസിലായിട്ട് ഒരു പരാജയമായാലും ആളുടെ പാഷന് പുറകെ പോയതുകൊണ്ട് ആള് കരിയറിൽ സക്സസ് ആയി. എന്നാൽ ബേസിലായിട്ടും പഠിച്ച അതേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയിട്ടുള്ള മെജോറിറ്റി ആളുകളും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ്. പലരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് PSC LTC പോലുള്ള എക്സാമിന്റെ പുറകെ പോകുന്നത് കാണാം. എന്നാൽ ഇവർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എഞ്ചിനീയർ ആയി തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന്. പക്ഷെ മെജോറിറ്റി ആളുകൾക്കും എങ്ങനെ അവിടെ എത്തിപ്പെടുമെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എഞ്ചിനീയർ ആയി തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ ജോലി കിട്ടാനായി ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവലിലേക്ക് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ്. അതിന് PSC, SSC, RRB പോലെ കോമൺ ആയിട്ടുള്ള എല്ലാ ലെവൽ എക്സാംസിനും വേണ്ടി ഒറ്റ ബാച്ചിൽ പ്രിപ്പയർ ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു കോഴ്സാണ് എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എഞ്ചിനീയർ ആയി തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ ജോലി ചെയ്യണമെന്നുള്ളവർക്കും അതുപോലെ കരിയറിൽ അടുത്തത് എന്ത് എന്ന ഡൗട്ട് ഉള്ളവരുമാണെങ്കിൽ എൻട്രി എന്ന് കമന്റ് ചെയ്താൽ ഈ ഒരു ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പേഴ്സണലി അയച്ചുതരാം. ജോലി ഇല്ലാതിരിക്കുന്ന മറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.